Thank you, sir. Good morning, madam. Good morning. Am I audible? Okay, thank you. Morning. Good morning, good morning. ഇത് വലിയത് വയ്യാന്നായിരുന്നു അല്ലേ? ഈ മെഡിറ്റേഷനൊക്കെ Good morning, good morning. Good morning, all. Okay, then എല്ലാവരും വീഡിയോ ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞാല് മാക്സിമം പറ്റുന്നവരെ വീഡിയോ ഓൺ ആക്കൂ. ഈ ക്ലാസ്സും മെഡിറ്റേഷനൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു പറഞ്ഞതാ. നമുക്കേ അതെ അതെ. നൽകുന്നുണ്ട്. താങ്ക് യു ടു ഹിയർ. കേൾക്കുമ്പോ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അതെ അതെ, നമുക്കായിട്ട് നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട കുറെ സമയങ്ങൾ ആളുകളുണ്ടല്ലോ തോന്നും. കുറെ ആളുകളുടെ സന്തോഷം കാണാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. നമ്മുടെ ഒരു കുടുംബം ഒരു തോന്നിച്ചാ അപ്പൊ ഇങ്ങനെ വരുന്ന ആൾക്കാരെ. അപ്പൊ നമുക്ക് ഇവിടെയുള്ള ഇപ്പോ ഒരു 1 hour സെഷന് കഴിഞ്ഞു പോകുമ്പോഴേക്കും ഇവിടെ കുറെ ആളുകൾ നമുക്ക് നമ്മുടെ സ്വന്തം ആളുകളായിട്ട് നമുക്ക് തോന്നും. ഒരുപാട് ആളുകളുടെ മുഖത്തുള്ള ഒരു പുഞ്ചിരി അത് നമുക്ക് ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവും. ആ ഓരോ പുഞ്ചിരിയും ഓരോ പ്രാർത്ഥനയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ ആളുകളുടെ ഓരോ പുഞ്ചിരിയും എനിക്ക് ജീവിതം തന്നെ മാറ്റി മറിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു നല്ല നല്ല ഇതിൽ കൂടിയാലേ നമ്മളെ മനോഭാവങ്ങള്, പ്രവർത്തനങ്ങള് എല്ലതും ആൾക്കാരോട് നമുക്കുള്ള അതൊക്കെ മാറി വരുന്നുണ്ട്. അതെ. ഓക്കെ, then good morning all. വളരെ സന്തോഷം. ഗുഡ് മോർണിംഗ്. ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലെ ഒരു വലിയൊരു ആളുകളുടെ മുന്നിൽ നമുക്ക് നിൽക്കാൻ പറ്റുക, അല്ലെങ്കിൽ അവരുടെ സന്തോഷം കാണാൻ പറ്റുക, കുറെ ചിരിച്ച മുഖങ്ങൾ കാണാൻ പറ്റുക, അതൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നൊരു കാര്യമാണ്. അപ്പൊ അതിന് ഞാന് ശരിക്കും പറഞ്ഞാല് എനിക്ക് ഇന്നലെ നല്ലൊരു അനുഭവം ഉണ്ടായി. ഞാൻ ചെറിയ കുട്ടികൾക്ക് ഒരു വെക്കേഷൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടികൾ പറഞ്ഞാൽ 5ാം ക്ലാസ് തൊട്ടിട്ട് 9ാം ക്ലാസ് വരെയുള്ള ചെറിയ കുട്ടികൾ, ഒരു 20 കുട്ടികളൊക്കെ വരും. നമ്മളൊരു ടീം വർക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. ടീം വർക്ക് ആയിട്ട് ഒരു ചെറിയൊരു വർക്ക്ഷോപ്പ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊരു 1 hour സെഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഓൺലൈൻ സെഷൻ ആയിട്ട് ചെയ്തതായിരുന്നു. അത് കുറച്ച് സമയം മുന്നേ കഴിഞ്ഞു പോയതാണ്. പക്ഷെ അതിലൊരു കുട്ടി, ഞാൻ ആകെ ആ ഒരു 1 hour സെഷനിൽ മാത്രമേ ഉള്ളൂ ഈ കുട്ടികളെയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇതുപോലെ നമ്മളിപ്പോ കാണുന്ന പോലെ കുറച്ചു പേര് വീഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ട് നമ്മളിങ്ങനെ സംസാരിച്ച ഒരു ഇന്ററാക്ഷൻ പോലെയൊക്കെ നടന്ന് ഒരു 1 hour സെഷൻ ആയിരുന്നു. ഈ ഒരു മോട്ടിവേഷണൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതില് നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്ത, അല്ലെങ്കിൽ നല്ലൊരു ക്യാമ്പർ എന്ന രീതിയിൽ 3 കുട്ടികളെയൊക്കെ നമ്മൾ സെലക്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് കിട്ടിയ ഒരു കുട്ടിയുടെ ഒരു റൈറ്റപ്പ് ഇന്നലെ കാണാനിടയായി. ആ കുട്ടി മാഗസിനിലോ എവിടെയോ എന്തോ പബ്ലിഷ് ചെയ്തതാണ്. സ്കൂളിൽ പഠിക്കുന്ന 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന ചെറിയൊരു മോളാണ്. അപ്പൊ മോളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയതായിട്ടും നല്ലൊരു അനുഭവമായിട്ടും നമ്മുടെയൊക്കെ മുഖങ്ങള് ഭയങ്കര സന്തോഷത്തോടു കൂടി കുട്ടി ഓർക്കുന്നതായിട്ടും നമുക്കൊക്കെ താങ്ക്സ് പറഞ്ഞിട്ടൊക്കെ കുട്ടി ഇട്ട ഒരു റൈറ്റപ്പ് ആയിരുന്നു. ആ കുട്ടി അന്ന്
ആ ഒരു ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും മെന്റേഴ്സിനും ഒക്കെ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ആ കുട്ടി ഇട്ടതായിരുന്നു. പക്ഷെ നമുക്കത് കണ്ടപ്പോ എന്തെന്നില്ലാത്ത വല്ലാത്തൊരു സന്തോഷം തോന്നി. എന്താന്ന് വെച്ചാൽ ഞാൻ ആ കുട്ടിക്ക് പിന്നെ പേഴ്സണലി ആ ഒരു കുട്ടിക്ക് PM ചെയ്തിട്ടുണ്ടായിരുന്നു. വെറും 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ നമ്മൾ കണ്ടിട്ടുള്ളൂ. 1 മണിക്കൂറില് ആ 1 മണിക്കൂർ നമ്മൾ ഇന്ററാക്ഷനും ഒക്കെ നടത്തിയതില് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക ഈ കുട്ടിയായിരിക്കും. കാരണം ഫുൾ ടൈം ആ ഒരു സമയം മുഴുവനും വീഡിയോ ഓണാക്കി നല്ലപോലെ ഇന്ററാക്ട് ചെയ്തൊരു കുട്ടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ പ്രൈസിന്റെ കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ നോക്കുമ്പോ ആ ഒരു മുഖമാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ പെർഫോമൻസോ അല്ലെങ്കിൽ ഇന്റലിജൻസോ ഒന്നും അല്ല അവിടെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരാള് എന്നുള്ളതായിരുന്നു. അപ്പൊ നമ്മുടെ മൈൻഡിലോട്ട് ഈ ഒരു കുട്ടിന്റെ മുഖം കഴിഞ്ഞിട്ടേ വേറെ ആരതും വരുള്ളൂ. കാരണം നമുക്ക് വളരെ സന്തോഷമാവും ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തിട്ടൊക്കെ നല്ലൊരു രീതിയിൽ നിൽക്കുമ്പോ. ആൻഡ് ദെൻ ആ കുട്ടിക്ക് അങ്ങനെ നമ്മളന്ന് ഫസ്റ്റ് ഒക്കെ കൊടുത്തതായിരുന്നു. അപ്പൊ ഞാൻ എന്നിട്ട് പറഞ്ഞു വെറും 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ മനസ്സിൽ ഇന്നും അവിടെയുള്ള കുറച്ച് കുട്ടികളുടെ മുഖം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ മുമ്പോ അതിന് ശേഷമോ നമ്മൾ ഒരു പരിചയവും അല്ല, നമ്മൾ കണ്ടിട്ടില്ല, കാണുന്നില്ല, മെസ്സേജസോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും ഇല്ല. ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോ അത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിയും. ആ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഞാന് പറഞ്ഞു ലൈഫ് ലോങ് എന്നും പ്രാർത്ഥനയും സ്നേഹവും കൂടെ ഉണ്ടാകും. അതിലപ്പുറം എനിക്കൊന്നും കൊടുക്കാനില്ല. പ്രാർത്ഥനയും സ്നേഹവും എന്നും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വാക്ക് ആ കുട്ടിയോട് പറഞ്ഞ് വിജയത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സന്തോഷം പ്രകടിപ്പിക്കുക ചെയ്തത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസം ഇവിടെ കാണുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ പുതിയ പുതിയ വിഷയങ്ങളായിട്ട് വരുമ്പോ ഒരാളുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു പുഞ്ചിരി എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ ചെറിയൊരു സ്പാർക്ക് ഒരാൾക്ക് നമ്മൾ കാരണം ഉണ്ടാവാൻ പറ്റുക എന്നുള്ളത് വളരെ ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മൾ ഇവിടെ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങളോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞാൽ മതി. അത് ഇവിടെ ഉള്ള വേറൊരാൾക്ക് അത് മതി അവരുടെ ലൈഫിൽ സ്പാർക്ക് ഉണ്ടാവാൻ. ആ ഒരു സ്പാർക്ക് കൊണ്ട് അവർ സക്സസിലോട്ട് എത്തും. അല്ലെങ്കിൽ ആ ഒരു സ്പാർക്ക് ആയിരിക്കും അവരുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യുക. അതിന് ഒരു മെന്റർ എന്ന നിലയിൽ ഞാൻ തന്നെ ആയിരിക്കണം എന്നില്ല. ഇവിടെയുള്ള ഒരാളുടെ എന്തെങ്കിലും ഒരു അനുഭവം മതിയായിരിക്കും അവരുടെ സ്പാർക്ക് ഉണ്ടാവാന്. ആ ഒരു സ്പാർക്ക് കൊണ്ട് തന്നെ ലൈഫ് മുഴുവൻ ചേഞ്ച് ആവുന്ന അവസ്ഥയിലോട്ട് എത്തും എന്നുള്ളതാണ്. എനിവേ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. കൾട്ടിവേറ്റിംഗ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അത് കുറച്ച് വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മളെല്ലാവരും മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാവരും എന്താ പറയാ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടുന്ന ഒരു കാര്യമാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുള്ളത്. ദെൻ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അത് കഴിയുന്നതിലൂടെ ഈ ഒരു ടോപ്പിക്ക് എനിക്ക് തോന്നുന്നു ചിലപ്പോ 2 സെഷനൊക്കെ വേണ്ടി വരും. അപ്പൊ അങ്ങനെ അത് കവർ ചെയ്യുന്നതിലൂടെ നമ്മുടെ ചലഞ്ചസിനെ ഫേസ് ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റി ഇംപ്രൂവ് ചെയ്യാം. നമുക്ക് ഉണ്ടാവുന്ന ചലഞ്ചസിനെ ഫേസ് ചെയ്യാനുള്ള എബിലിറ്റി ഇംപ്രൂവ് ചെയ്യാം. അതേപോലെ തന്നെ മിസ്റ്റേക്സിൽ നിന്ന് എന്തൊക്കെ പഠിക്കാം, അത് നമ്മുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഈ ഒരു ടോപ്പിക്ക് കഴിയുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇതിനെപ്പറ്റി കുറച്ച് ധാരണ വരുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. എന്താണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടോ? ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളർച്ചയെ കുറിച്ച്. ഓക്കെ, അതെ, ഞാൻ പറയട്ടെ.
യെസ് പറഞ്ഞോളൂ. ആരോഗ്യപരമായും തൊഴിൽപരമായും കുടുംബപരമായും ഉം. എല്ലാ തരത്തിലുള്ള ഉം. നല്ല ഒരു വളർച്ച ഇതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഉം. അങ്ങനെയും പറയാം. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും കൂടി ഉണ്ട്. അതായത് നേരെ വിപരീതമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും കൂടി ഉണ്ട്. രണ്ടും ഒരുമിച്ച് പറഞ്ഞാലേ ഉള്ളൂ അതിനൊരു അർത്ഥം വരുള്ളൂ. ഫിക്സ്ഡ് മൈൻഡ് സെറ്റ്, ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഫിക്സ്ഡ് മൈൻഡ് സെറ്റ്. Then what is growth mindset? Okay. So, നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്താൻ. എങ്ങനെയാ? നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് നമ്മൾ മൈൻഡ് സെറ്റ് ഇപ്പൊ നിലവില് ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണല്ലോ. അതിൽ നിന്ന് നമ്മള് ഇനി എനിക്ക് ഇങ്ങനെ ആയാ പോരാ, നല്ല മാറ്റം വരണം, ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും മാറ്റം വരുത്തുകയൊക്കെ ചെയ്യുന്നതിനാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അതെ. നമുക്കുണ്ടാവുന്ന ഓരോ ചലഞ്ചസിലും നമ്മൾ തളരാതെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് ഐ ക്യാൻ എന്ന് നമ്മൾ സ്വയം വരുന്ന ഒരവസ്ഥയിലോട്ട് വരുന്നതിനെയാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് തന്നെ തളർച്ച അല്ലെങ്കിൽ എന്ത് തന്നെ തിരിച്ചടികൾ വന്നാലും അവിടെ നമ്മൾ സെറ്റ് ബാക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ അവിടെ നമ്മൾ മിണ്ടാതിരിക്കില്ല. കഴിഞ്ഞു, എന്നെ കൊണ്ട് ഇനി ഒന്നിനും സാധിക്കില്ല എന്ന് നമ്മൾ പറയില്ല. പകരം നെക്സ്റ്റ് എന്താ, വാട്ട്സ് നെക്സ്റ്റ്, ഇത് സംഭവിക്കാനുള്ളത് സംഭവിച്ചു, അത് ലൈഫിന്റെ ഒരു ഭാഗമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത് എന്ന് സ്വയം തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നതിനാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. അതേസമയം ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ചലഞ്ച് വന്നു, നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു, ദെൻ നമ്മൾ അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ്. ആ ഒരു ബ്ലോക്കിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. പിന്നെ ലൈഫിൽ എന്ത് കാര്യം വരുമ്പോഴും നമ്മൾ ആദ്യം പറയും അന്ന് അങ്ങനെ ചെയ്തത് കൊണ്ട് ഞാൻ ഇപ്പോഴും ഇങ്ങനെയാണ്. അതൊരു നെഗറ്റീവായിട്ട്, അന്ന് സംഭവിച്ച ഒരു ഫെയിലിയർ ഒരു നെഗറ്റീവായിട്ട് നമ്മുടെ മൈൻഡിൽ എപ്പോഴും കൂടെ ഉണ്ടാവും. അതേസമയം ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണെങ്കിൽ ആ നെഗറ്റീവിൽ നിന്ന്, അതായത് നമുക്കുണ്ടായ ഒരു ഫെയിലിയറിൽ നിന്ന് ഒരു പോസിറ്റീവിനെ കണ്ടുപിടിക്കും. എനിക്കന്ന് ഫെയിലിയർ ഉണ്ടായി, ആ ഫെയിലിയർ കാരണം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ മിണ്ടാതിരുന്നില്ല. എന്റെ ഭാഗത്തുനിന്ന് വന്ന കുറച്ച് മിസ്റ്റേക്സ് കാരണമാണ് എനിക്ക് ഫെയിലിയർ ഉണ്ടായത്, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. എനിക്കുണ്ടായ കുറച്ച് മിസ്റ്റേക്സ് കാരണമാണ് എനിക്ക് ഫെയിലിയർ ഉണ്ടായത്, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി. മുന്നോട്ടുള്ള ഓരോ ഘട്ടങ്ങളിലും ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ കുറച്ചും കൂടി ഹാർഡ് വർക്കിംഗ് ആയി. അതുകൊണ്ട് എനിക്ക് പ്രോഗ്രസീവ്നെസ് കാണാൻ പറ്റുന്നുണ്ട്. പ്രോഗ്രസീവ് ആണ് എൻ്റെ ലൈഫ്. മേ ബി സക്സസിലോട്ട് എത്തിയിട്ടുണ്ടാവില്ല, പക്ഷെ ഞാൻ പ്രോഗ്രസിങ് ആണ് എന്ന് ചിന്തിക്കുന്നതിലൂടെ നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റിലോട്ട് എത്തുന്നു. അതേസമയം ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമ്മൾ ആ കഴിഞ്ഞ കാര്യത്തിനെ കുറ്റപ്പെടുത്തി നമ്മളെ സ്വയം കുറ്റപ്പെടുത്തി കഴിഞ്ഞ കാര്യത്തിനെ കുറ്റപ്പെടുത്തി അവിടെ തന്നെ സ്റ്റക്ക് ആകും. മുന്നോട്ടുള്ളതിനെ പറ്റി നമ്മൾ ആലോചിക്കില്ല. ദെൻ നമ്മൾ സക്സസിലും എത്താൻ പോകുന്നില്ല. കഴിഞ്ഞ കാര്യത്തിനെ പറ്റി ആലോചിച്ച് ആൻസൈറ്റിയിലോട്ടും സ്ട്രെസ്സിലോട്ടൊക്കെ കടന്നു പോകുന്നു. ഗ്രോത്ത് മൈൻഡ് സെറ്റും ഫിക്സഡ് മൈൻഡ് സെറ്റും തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു ഏകദേശ ധാരണ കിട്ടിയില്ല, എന്താണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്, എന്താണ് ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്നുള്ളത്? ചെറിയൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും കരുതുന്നു, അല്ലേ? യെസ്. ഓക്കെ, ദെൻ നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളുടെ ഇടയിൽ നിങ്ങൾക്കുണ്ടായ ഒരു ചലഞ്ച് എന്താണ്? നിങ്ങൾ അതിനെ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്തത്? ഒരാള് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരുന്നു.
നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു ചലഞ്ച്, അതിനെ നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്തു? എങ്ങനെ അതിനെ പറയാൻ പറ്റുമോ? അത് നേടാൻ പറ്റുമെന്ന് വിശ്വസിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച് ആ ഒരു ഇത് അച്ചീവ് ചെയ്തു. കൃത്യമായ കോൺഫിഡൻസോട് കൂടി വളരെ നല്ല രീതിയിൽ അതിനു വേണ്ടി വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് അത് നേടിയെടുത്തു അല്ലേ? കോൺഫിഡൻസ് ആണ് ഏറ്റവും എക്സ്ട്രീം ആയിട്ടില്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം. നമ്മൾ സ്വയം കോൺഫിഡന്റ് ആയിരിക്കണം. നമ്മുടെ സ്കിൽസിൽ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. നമ്മുടെ ടാലന്റിൽ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. നമ്മുടെ വർക്കിൽ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. ദെൻ സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും ടാലന്റ് ഉള്ള ഒരാൾക്ക് മാത്രം എന്നല്ല, അല്ലെങ്കിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാൾക്ക് സക്സസിലോട്ട് എത്താൻ പറ്റൂ എന്നല്ല, ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ വിജയിക്കൂ എന്നല്ല. ഈ ഇന്റലിജൻസും ടാലന്റും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മൾ കൃത്യമായ ഫോളോ അപ്പിലൂടെ, കൃത്യമായ വർക്കിലൂടെ, ഓരോ ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലോട്ട് എത്തുന്നത്. പെട്ടെന്ന് ഒരു ദിവസം രാത്രി ഉറങ്ങി എണീക്കുമ്പോൾ ആരും വിജയിക്കാൻ പോകുന്നില്ല. വിജയിച്ച എല്ലാവരുടെയും സ്റ്റോറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടിന്റെ കഥകൾ അവിടെ കേൾക്കാൻ പറ്റും. ഇന്ന് ലൈഫിൽ നല്ല രീതിയിൽ വിജയിച്ച് ഉയർന്ന രീതിയിൽ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥയെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ കഷ്ടപ്പെട്ട കഥകൾ അവർക്ക് പറയാനുണ്ടാകും. അതൊരു പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്കായിരിക്കും അതിൻ്റെയൊക്കെ ആഴം എന്ന് പറയുന്നത്, അവരുടെ കഷ്ടപ്പാടിന്റെ ആഴം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എന്തേ കാണുള്ളൂ? അവരുടെ ഇപ്പൊ നിലവിലുള്ള നല്ല ജീവിതമാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അവർക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു, അതാർക്കും അറിയില്ല. കാരണം അവരന്ന് അത്ര ഫേമസ് ആയിട്ടുള്ള ആളുകളല്ല, ആർക്കും അറിയാത്ത ആളുകളാണ്. അവരുടെ കഷ്ടപ്പാടിന്റെയും പ്രയത്നത്തിന്റെയും ഹാർഡ് വർക്കിന്റെയും ഒക്കെ സ്റ്റേജിലായിരുന്നു അന്ന് ആർക്കും അറിയില്ല അവരെ പറ്റി. ദെൻ അവരതെല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് വന്ന് വിജയിച്ചു കഴിഞ്ഞപ്പോ എല്ലാവരും അറിയാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിരിക്കും. പെട്ടെന്ന് ഉറങ്ങി എണീക്കുമ്പോ ഉണ്ടാവുന്നതല്ല ഈ സക്സസ്. അവരുടെ കൃത്യമായ ഒരു ടാലന്റോ ഇന്റലിജൻസോ മാത്രമല്ല, കൃത്യമായ പ്രാക്ടീസിലൂടെയാണ് അവരിത് നേടിയെടുക്കുന്നത്. ഹാർഡ് വർക്കിലൂടെയാണ് നേടിയെടുക്കുന്നത്. കോൺഫിഡൻസിലൂടെയാണ്, അവർക്കുണ്ടായിരിക്കുന്ന കോൺഫിഡൻസിലൂടെയാണ് അവർ നേടിയെടുക്കുന്നത്. കോൺഫിഡൻസ് ആണ് അവരെ മുന്നോട്ട്. യെസ്, പറഞ്ഞോളൂ. ഞാൻ ഒരു SSC ഫെയിൽ ആയ ഒരാളാണ്. വീട്ടിലെല്ലാരും എംപ്ലോയീസ് ആണ്. പക്ഷെ എനിക്ക് തോന്നി എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ജീവിതം വേണമെന്നുള്ളത്. അങ്ങനെ തയ്യൽ തുടങ്ങി 37 തൊഴിലുകൾ എനിക്കറിയാം. അപ്പൊ എനിക്കെന്നെ ഒരു കോൺഫിഡൻസ് കൂടി. നമ്മൾ ജീവിക്കണം, ജീവിച്ച ആൾക്കാർക്ക് പറ്റുന്നതൊക്കെ ചെയ്യണം. പക്ഷെ സത്യം പറഞ്ഞാൽ ഒരാൾ പറഞ്ഞാലും എനിക്കൊരു കോംപ്ലക്സ് ഇല്ല. പണ്ട് അങ്ങനെയായിരുന്നു. എങ്ങനെയല്ലേ, നമുക്ക് എന്താ പണിയില്ലാത്തതെന്ന് ചോദിക്കുമ്പേ ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ വിഷമേ ഇല്ല. ഇപ്പൊ വീട്ടിൽ തന്നെ 10-15 ആൾക്കാരെ പഠിപ്പിച്ചു കഴിഞ്ഞു, സ്റ്റുഡൻസ് ആയി കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ മെന്ററിങ്ങിനൊക്കെ പോവുന്നുണ്ട്. നല്ലൊരു ഇതുണ്ട്, ക്ലാസ് എടുക്കാനോ പോകാറുണ്ട്. ആയിക്കോട്ടെ, താങ്ക് യു. ഓക്കെ. അതാണ് ഞാൻ പറഞ്ഞത്. വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി അവരവരുടെ ലൈഫില് ഒരു ദിവസം കൊണ്ടല്ല അവരിത് നേടിയെടുത്ത്. ഒരുപാട് സമയമെടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും, അവരുടെ മറ്റുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടായിരിക്കും. പ്രയോറിറ്റിയാണ് എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൾ ബിയോണ്ട് അവർ പ്രയോറിറ്റി. നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ അതിലോട്ട് ഇറങ്ങി ചെല്ലുക തന്നെ ചെയ്യും. നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ എന്താണോ നമ്മുടെ പ്രയോറിറ്റി അതിലേക്ക് നമ്മൾ എത്തും. അവിടെ നമ്മൾ ഉണ്ടാവുള്ളൂ. ദെൻ നമ്മൾ തീരുമാനിക്കണം എന്തായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി എന്നുള്ളത്. ഓക്കെ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ പോകുമ്പോ നമുക്ക് എന്താവും? നമുക്ക് കോൺഫിഡൻസ് കൂടും,
നമുക്ക് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യം അതാണ്. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റും ഫിക്സഡ് മൈൻഡ് സെറ്റും എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പ്രോബ്ലം സോൾവിങ്. നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ തളർന്നു പോവുകയാണ്. നമ്മളെ കൊണ്ട് അത് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. ദെൻ നമ്മുടെ മൈൻഡിലോട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കഴിഞ്ഞു, എന്നെ കൊണ്ട് ഇനി ഒന്നിനും വയ്യ, ഞാൻ ഒരുപാട് ടയേർഡായി, ഞാൻ എക്സോസ്റ്റഡ് ആയി, ഞാൻ ഒരുപാട് വർക്ക് ചെയ്തതാണ് പക്ഷെ എനിക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിയില്ല. ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നമ്മൾ തളർന്നു പോവുക ചെയ്യുക. അതേസമയം എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചു എന്ന് നമ്മൾ സ്വയം ചോദിച്ചിട്ട് അവിടെ നമുക്ക് അതിനുള്ള ആൻസർ ഉണ്ടായിരിക്കും. മേ ബി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, ശരിയായിരിക്കും, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, ബട്ട് നമുക്ക് അവിടെ ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. എങ്കിലും ആ ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കാനുള്ളതാണ്. ഞാൻ കുറച്ചും കൂടി ഈ ഒരു കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഈ ഫെയിലിയർ ഉണ്ടായത്. ഓരോ വീഴ്ചയിലും നമുക്ക് ഓരോ പാഠങ്ങൾ ഉണ്ടാകും. ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും. ബിസിനസ് എന്നും ഒരുപോലെ നിലനിൽക്കുന്ന കാര്യമല്ല. ബിസിനസ്സിൽ ലോസും ഉണ്ടാവും, പ്രോഫിറ്റും ഉണ്ടാവും. ചിലപ്പോൾ ലോസിൽ നിന്ന് ലോസിലോട്ട് പോകുന്നുണ്ടാവും. അതേ സമയം തന്നെ അതെല്ലാം ഓവർകം ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും സക്സസ്ഫുൾ ആയി ബിസിനസ്സിൽ നമ്മൾ വിജയിച്ചു കഴിയും. ഇത് രണ്ടും ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്ന കാര്യമാണ്. അപ്പോ ഈ ഒരു ലോസ് സംഭവിക്കുമ്പോൾ നമ്മളവിടെ തളർന്നു പോവാതെ അവിടെ ചിലപ്പോൾ നമ്മൾ എക്സ്ട്രാ വർക്ക് കൊടുക്കേണ്ടി വരും. നമുക്ക് അവിടെ വിജയിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. ആ ഒരു ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അപ്പൊ അവിടെ തളർന്നു പോവാതെ എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് പറ്റും, അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച് കൃത്യമായ കോൺഫിഡൻസോട് കൂടി ആസൂത്രണത്തോടു കൂടി ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊന്നും മാറില്ല, സമയം എടുത്തിട്ടാണെങ്കിലും നമ്മുടെ പ്രോബ്ലംസ് അവിടെ സോൾവ് ആകും. നമ്മുടെ കോൺഫിഡൻസ് നമ്മളെ രക്ഷിക്കും, നമ്മൾ സക്സസിലോട്ട് എത്തും. യെസ്, ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് 2 സെഷനായിട്ട് എടുക്കാനുള്ള ടോപ്പിക്കാണ്. കുറച്ച് വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പെട്ടെന്നൊരു സമയം കൊണ്ട് പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ആഴത്തിലോട്ട് നമുക്ക് എത്താൻ കഴിയില്ല. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാനേ പറ്റുള്ളൂ. സോ ദെൻ നമ്മൾ ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കണം. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണോ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതൊക്കെ നമ്മുടെ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു സെഷൻ കഴിയുമ്പോഴേക്കും ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണോ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന അവസ്ഥയിലോട്ട് എത്തണം. ദെൻ നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലൈഫിൽ ഇനി ഒരിക്കലും ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്നൊരു അവസ്ഥയിലോട്ട് പോവാതെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ട് എല്ലാവരും എത്തണം. ഇതാണ് ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കതാണ് ആവശ്യം. എല്ലാവർക്കും സക്സസ് ആണ് ആവശ്യം. എല്ലാവർക്കും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ് വേണ്ടത്. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് നിലവിൽ നമുക്ക് സെറ്റ് ആയി കഴിഞ്ഞാൽ, ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ പേഴ്സണലി നമ്മുടെ ലൈഫ് ഇംപ്രൂവ് ആകും, പ്രൊഫഷണൽ ലൈഫ് ഇംപ്രൂവ് ആകും, റിലേഷൻഷിപ്പിൽ ഇംപ്രൂവ് ആകും. നമ്മുടെ പേഴ്സണൽ ലൈഫില്, മെന്റൽ റെഗുലേഷനിൽ ഒക്കെ, റെസിലിയൻസിൽ എല്ലാം ഇംപ്രൂവ്നെസ് വരും. പ്രൊഫഷണൽ ലൈഫ് ഇംപ്രൂവ് ആകും, റിലേഷൻഷിപ്പിൽ ഇംപ്രൂവ് ആകും. സോ ദെൻ നമ്മൾ ആരെയും അലിഗേഷനിലോട്ട് വലിച്ചിടില്ല, നമുക്ക് ആരോടും പരാതി ഉണ്ടാവില്ല, നമുക്ക് ഒന്നിനോടും പരാതി ഉണ്ടാവില്ല. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്കുള്ള പാഠങ്ങളാണ് എന്ന് വിശ്വസിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകും. നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഓരോ പാഠങ്ങളും അല്ലെങ്കിൽ ഓരോ
ഓരോ ബുദ്ധിമുട്ടുകളും നമുക്ക് എന്താണ്, നമുക്കുള്ള പാഠങ്ങളാണ് എന്ന് നമ്മൾ വിശ്വസിക്കും. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഇതാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം. അപ്പോ നമ്മുടെ സ്ട്രെസ് കുറയും, നമുക്ക് ആൻസൈറ്റി ഉണ്ടെങ്കിൽ അത് കുറയും, പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കും. റിലേഷൻഷിപ്പിന്റെ കേസിലാണെങ്കിൽ റിലേഷൻഷിപ്പ് ഒന്നും കൂടി സ്ട്രോങ് ആയിരിക്കും. കാരണം നമ്മൾ അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി, ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടിയാണ് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഒപ്പമുള്ള, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് അത് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതേസമയം അതിന്റെ ഇടയിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ നെഗറ്റീവ്നെസ് കൂടുതൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ പോസിറ്റീവിനെക്കാളും നെഗറ്റീവ് ആയിരിക്കും കൂടുതൽ മുന്നോട്ട് നിൽക്കുക. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടി, ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലും അത് പ്രതിഫലിച്ച് കാണാൻ സാധിക്കും. ഇതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് കൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. സോ എല്ലാവരുടെ ലൈഫിലും നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടി തന്നെ വേണം മുന്നോട്ട് പോവാൻ. ഒരിക്കലും നമ്മൾ ഒന്നിനോടും പരാതികൾ പറയുന്ന അവസ്ഥയിലോട്ടായിരിക്കരുത്. അതിന്റെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഉദാഹരണം റീസെന്റ് ആയിട്ട് നടന്നു. സുനിത വില്യംസ് അല്ലേ? നമ്മളെല്ലാവരും കണ്ടു സുനിത വില്യംസിന്റെ ആ ഒരു ജേണി. ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് സുനിത വില്യംസ്. കാരണം ഇതുപോലുള്ള ഒരു അവസ്ഥയില് സ്പേസ് ഷട്ടിലിൽ കുടുങ്ങിപ്പോയ ഒരാള്, അവിടെ പരാതികളില്ല, പരിഭവങ്ങളില്ല, അല്ലെങ്കിൽ വിധിയാണെന്ന് പറഞ്ഞിരിക്കുന്നില്ല. ആളവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെ ഹെൽത്തിനെ നോക്കി ആ ഒരു കണ്ടീഷനെ അവര് എന്ത് ചെയ്തു, ഓവർകം ചെയ്തു. 1 or 2 ദിവസമല്ല, നീണ്ട 9 മാസത്തോളം അവരവിടെ സ്റ്റേ ചെയ്തു. ഈ 9 മാസത്തിൽ അവർ ഒരുപാട് പരീക്ഷണങ്ങൾ അവിടെ നടത്തി. അവരുടെ വെല്ലുവിളി അവരൊരു ഉപകാരമുള്ള കാര്യമാക്കി മാറ്റി. അവരുടെ ലൈഫിൽ ഉപകാരമുള്ള ഒരു കാര്യമാക്കി അവര് ഗ്രോത്ത് മൈൻഡ് സെറ്റോടുകൂടി മുന്നോട്ട് പോയി. അവരവിടെ തളർന്നിരുന്നില്ല. ചീര നട്ടതൊക്കെ നമ്മൾ കണ്ടു. സ്പേസിൽ പോയിട്ട് ചീര നട്ട് എക്സ്പെരിമെന്റ് നടത്തി. അവരവിടെ എക്സസൈസ് ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, അവരുടെ ഓരോ ആക്ടിവിറ്റീസ്, ഷാമ്പു കൊണ്ട് മുടി കഴുകിയ ഒരു അവസ്ഥ, ഇതൊക്കെ വീഡിയോ ഒക്കെ അവരിട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അവര് അവിടെ തളർന്നിരിക്കാണ്ട് അവർ ഗ്രോത്ത് മൈൻഡ് സെറ്റോടുകൂടി മുന്നോട്ട് പോയി. അതിനുശേഷം അത്രയും നീണ്ട കാത്തിരിപ്പിൽ വളരെ ക്ഷമയോടുകൂടി ഒരിക്കൽ എല്ലാം നോർമലായി അവർക്ക് തിരിച്ച് ഭൂമിയിലോട്ട് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അവർ ജീവിച്ചു. വളരെ മനോഹരമായിട്ട് അവർ ഭൂമിയിലോട്ട് തിരിച്ചെത്തി. ആ ഒരു കാഴ്ച ശരിക്ക് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ലൈവായിട്ടൊക്കെ നാസന്റെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു. ഇന്നലെ രാവിലെ പുലർച്ചെ 3:30 സമയത്തൊക്കെയാണ് ആ ഒരു സ്പേസ് ഷട്ടില് എന്ത് ചെയ്യുന്നേ, ഭൂമിയിലോട്ട് വരുന്നേ. 4 പാരച്യൂട്ടുകളൊക്കെ ഒരേ സമയം വിടർന്നു വന്ന് വളരെ സാവധാനം മെല്ലെ 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 അതിങ്ങനെ വന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിക്കുന്ന ഒരു കാഴ്ച. നമുക്ക് ഇത് നാസയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നടക്കുന്ന കാര്യമാണ്. പക്ഷെ അത് ചില സമയങ്ങളിൽ രാത്രിയായിരിക്കും. ആ സമയത്ത് അവിടെ പകലായതുകൊണ്ട് തന്നെ നമുക്കത് വളരെ ഭംഗിയിൽ കാണാൻ സാധിച്ചു. ഡോൾഫിനുകൾ 4 ഭാഗം ചുറ്റി കളിച്ച് നടക്കുന്നു. സുനിത വില്യംസ് ആയതുകൊണ്ട് നമ്മളും കുറച്ചും കൂടി ആകാംക്ഷയോടുകൂടി നോക്കി നിന്നു. ആ ഒരു ഇന്ത്യൻ വംശജയായ ഒരു സ്ത്രീയാണല്ലോ. നമുക്കും പേഴ്സണലി ഒരുപാട് താല്പര്യമുണ്ട്. എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിയിരുന്ന ഒരു സമയമായിരുന്നു അത്. ആ ഒരു അവസ്ഥയിലോട്ട് പക്ഷെ നമ്മൾ ഇവിടുന്ന് അവരെ കാത്തിരിക്കുക എന്നുള്ളതിനപ്പുറം അവരവിടെ ഓരോ ദിവസവും പോസിറ്റീവായിട്ട് ഗ്രോത്ത് മൈൻഡ് സെറ്റോടുകൂടി എത്തിച്ചതായിരിക്കും. അവര് ഡ്രോബാക്ക് ചെയ്യാതെ, പരാതികളില്ലാതെ ഓരോ വെല്ലുവിളിയെയും അഭിമുഖീകരിച്ചുകൊണ്ട് പോസിറ്റീവായി കോൺഫിഡന്റോടുകൂടി കൃത്യമായ ആസൂത്രണത്തോടു കൂടി അവര് 8 മാസം 9 മാസത്തോളം ലൈഫിൽ
കഴിഞ്ഞ് വളരെ സക്സസ്ഫുള്ളായി എല്ലാവരുടെയും ഹൃദയത്തിലേക്കാണ് ഇറങ്ങി വന്നത്. ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഉദാഹരണമാണിത്, അല്ലേ? അതായിരിക്കണം നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടുന്ന കാര്യം. ഏത് തരം വെല്ലുവിളി ആണെങ്കിലും അതൊരു സമയം വരെ ഉണ്ടാവുള്ളൂ. ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ഉണ്ടായിരിക്കും. ആ സക്സസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും, ഞാൻ വർക്ക് ചെയ്യും, ഞാൻ വെയിറ്റ് ചെയ്യും, ഞാൻ പ്രാക്ടീസ് ചെയ്യും, ഞാൻ തളർന്നിരിക്കില്ല. ഇതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ശരിയല്ലേ? ഇതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. അപ്പൊ എല്ലാവരുടെയും ആ ഒരു മനസ്സിലോട്ട് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്താന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് വളരെ കൃത്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Am I right? Yes, madam. Yes. Yes. നമുക്ക് സമയം ആവാനായിട്ടുണ്ട്. ഇതിന്റെ ബാക്കി ഞാൻ പറഞ്ഞ പോലെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് കൃത്യമായിട്ട് എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതിന്റെ കോൺട്രാസ്റ്റ് വേർഷൻ ആയിട്ടുള്ള ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും, അല്ലേ? യെസ്, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഫിക്സഡ് മൈൻഡ് സെറ്റും എന്താന്നുള്ളത് മനസ്സിലാക്കി. ഇനി നെക്സ്റ്റ് സെഷനിൽ നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുക നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ് ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകും. നമുക്ക് എന്താണുള്ളത്, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണോ ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മുടെ ലൈഫിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവാ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. നമുക്ക് കുറെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞുകൊണ്ട്, നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട്, അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു സെഷൻ വളരെ ഭംഗിയായിട്ട് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് സെഷൻ കംപ്ലീറ്റ് ആവുന്നതോടുകൂടി വളരെ ഭംഗിയായി ഈ ഒരു ടോപ്പിക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതോടുകൂടി അതിനുശേഷം പിന്നെ നമ്മുടെ ലൈഫിൽ എന്നും ഗ്രോത്ത് മൈൻഡ് സെറ്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഫിക്സഡ് മൈൻഡ് സെറ്റ് നമ്മളെ പാടെ എടുത്തു മാറ്റുക. നമ്മുടെ ലൈഫിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ഫിക്സഡ് മൈൻഡ് സെറ്റ് എടുത്തു മാറ്റി കംപ്ലീറ്റ്ലി പോസിറ്റീവ്, സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫിലോട്ട് നമ്മൾ കടന്നു പോകാം. ഓക്കെ? ഓക്കെ മാഡം. ഓക്കെ. താങ്ക് യു. ഞാൻ 6:55 ആവുമ്പോൾ ക്ലാസ് സെഷൻ കംപ്ലീറ്റ് ആവും എന്ന് പറഞ്ഞിരുന്നു. ടൈം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഇന്ററാക്ഷൻസോ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് അല്ലേ? സംശയമൊന്നും ഇല്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം പറയട്ടെ? യെസ്, പറഞ്ഞോളൂ. സൂര്യനായില്ലെങ്കിലും മെഴുകുതിരിയാവാനെങ്കിലും നമ്മളൊക്കെ ശ്രമിക്കുക എന്നാണ് എന്റെ അഭിപ്രായം. മറ്റുള്ളവർക്കൊരു കാഴ്ചയായി കൊടുത്തിട്ട് ജീവിക്കാം. യെസ്, നമ്മളെപ്പോഴും മറ്റുള്ളവർക്കുള്ള ഒരു വെളിച്ചമാകുക. ചെറിയ രീതിയിലാണെങ്കിലും ഒരു വെളിച്ചമായി മാറുക. നല്ലൊരു കാര്യമാണ് അവർ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇതേ ടോപ്പിക്കുമായിട്ട് ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് അടുത്ത സെഷനിൽ നമുക്ക് കാണാം. കൂടുതൽ അനുഭവങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാൻ പറ്റും കേട്ടോ. താങ്ക് യു. താങ്ക് യു മാഡം. താങ്ക് യു മാം.